ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു രാധീസ് വേൾഡ്. ഇന്ന് ഞാനിപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഫ്രൂട്ട് ബേയുടെ ബെറിയപ്പ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനാവശ്യമായ സ്ട്രോബെറി സോസ് ഞാൻ വീട്ടിൽ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണാം. ഇപ്പൊ നിങ്ങൾക്ക് സ്ട്രോബെറി കിട്ടാനില്ലെങ്കിൽ ഇതിന് പകരം സ്ട്രോബെറി ജാമും ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഇത്തരത്തിലുള്ള ഒരു ഗ്ലാസോ ബോട്ടിലോ കട്ട് ചെയ്തതിനു ശേഷം പ്ലേറ്റിൽ വെക്കാം. പിന്നീട് അതിലോട്ട് റോസ്റ്റ് ചെയ്ത ഓട്സ് ആഡ് ചെയ്യാം. പിന്നെ കോൺഫ്ലേക്സ്, ഞാൻ റേസിനുള്ള കോൺഫ്ലേക്സ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിൽ കുറച്ച് ആൽമണ്ട്സ് ഉണ്ടായിരുന്നു. പിന്നെ സ്ട്രോബെറി യോഗേർട്ടാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് സാധാ പുളിയില്ലാത്ത തൈരിൽ കുറച്ച് സ്ട്രോബെറി മിക്സ് ചെയ്തിട്ട്, സ്ട്രോബെറി ജാം മിക്സ് ചെയ്തിട്ട് ആഡ് ചെയ്യാം. പിന്നെ നമ്മൾ ഉണ്ടാക്കിയ സ്ട്രോബെറി സോസ് അല്ലെങ്കിൽ ജാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ആഡ് ചെയ്യാം. പിന്നീട് പുളിയില്ലാത്ത തൈര്, ഞാനിവിടെ വാനില ഫ്ലേവേർഡ് യോഗേർട്ടാണ് ആഡ് ചെയ്തത്. പിന്നീട് നമ്മുടെ സോസ് ഉണ്ടാക്കി വെച്ച സോസ് ആഡ് ചെയ്യാം. പിന്നെ അതിൻ്റെ മേലെ നമുക്കൊരു ലെയറായിട്ട് സ്ട്രോബെറി സോസ് ആഡ് ചെയ്യാം. പിന്നെ അതിൻ്റെ ഏറ്റവും മേളിലായിട്ട് നമുക്ക് വാനില ഐസ്ക്രീം ആഡ് ചെയ്യുക. അത് ഇത്തിരി ലൂസ് ആയിട്ടുള്ളത് എടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ മേലെ കുറച്ച് സ്ട്രോബെറി ജാമും ആഡ് ചെയ്യാം. അപ്പൊ നമ്മുടെ ബ്യൂട്ടിഫുൾ ആയ ബെറിയപ്പ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.